അബി കർട്ടൻ മാറ്റി റൂമിലേക്ക് കയറിയവൻ കണ്ടു നിറമിഴികളോടെ കിടക്കുന്ന തന്റെ പ്രാണനെ. ഹർഷന്റെ ശബ്ദം കേട്ടതും അവൾ ആ മിഴികളാൽ അവനെ നോക്കി. അച്ചേട്ടാ. ഹർഷനെ നോക്കിക്കൊണ്ട് അവളുടെ കൈ തന്റെ ഉദരത്തിലേക്ക് ചെന്നു പതിച്ചു. നമ്മുടെ ബാവ അച്ചേട്ടാ. അവൻ അടുത്തേക്കിരുന്നതും അവൾ സന്തോഷ കണ്ണുനീരാൽ അവനെ നോക്കി. അവന്റെ കണ്ണുകളും നിറഞ്ഞിരിപ്പുണ്ട്. പ്രതീക്ഷിക്കാത്ത ഒരു വാർത്തയല്ലേ. ഇങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് രണ്ടുപേരും ചിന്തിച്ചതേയില്ല. മനസ്സിൽ നിറച്ച പ്രണയത്തോടെ രണ്ടുപേരും ജീവിക്കുകയായിരുന്നു. ആ പ്രണയം കൂടുതൽ മനോഹരമാക്കാനാണ് പുതിയൊരു അതിഥിയുടെ പ്രതീക്ഷിക്കാതെയുള്ള വരവ്. മോളെ. സന്തോഷത്താൽ അബിയുടെ നെറുകയിൽ ഹർഷനൊരു മുത്തം നൽകി. ഒപ്പം അവളുടെ ഉദരത്തിൽ വെച്ച കൈയുടെ മുകളിൽ ഹർഷനും തന്റെ കൈ ചേർത്ത് വെച്ചു. ഇപ്പോൾ വയ്യായിക വല്ലതുമുണ്ടോ? ഒരു കൈ അവളുടെ നെറുകയിൽ തലോടുന്നതിനോടൊപ്പം മറുകൈ അവളുടെ കൈകളുടെ മുകളിൽ തന്നെ ഹർഷൻ വെച്ചു. നമുക്ക് പോകാം. എനിക്കിവിടെ കിടക്കുമ്പോൾ എന്തോ വയ്യായിക പോലെ. തലകറക്കമുണ്ടോ? കുറച്ചു നേരം കിടന്നിട്ട് പോയാൽ പോരെ? ഇല്ല, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേഗം പോകാം അച്ചേട്ടാ. പോകാം വാ. അവൻ പതിയെ ബെഡിൽ നിന്ന് അവളെ എഴുന്നേൽപ്പിച്ചു. റൂമിൽ നിന്ന് രണ്ടുപേരും വന്നതും നന്ദിനിയും ജാനകിയും സന്തോഷത്തോടെ അബിയെ വന്നു പുണർന്നു. മോളെ. നന്ദിനി അവളുടെ കവിളിൽ ഉമ്മ കൊടുക്കുന്നതിനോടൊപ്പം അവളുടെ നെറുകയിലും തലോടി. ആ രണ്ട് അമ്മ മനസ്സും സന്തോഷിക്കുകയാണ്, ആർത്തു തുള്ളുകയാണ്. അങ്ങനെയൊരു വാർത്തയാണല്ലോ കേട്ടത്. ആ സന്തോഷം എല്ലാവരെയും അറിയിക്കാനായി അവർക്ക് ധൃതിയുമുണ്ട്. പിന്നെ ഒട്ടുനേരം അവർ അവിടെ നിന്നില്ല, നേരെ തറവാട്ടിലേക്ക് തിരിച്ചു. സന്ധ്യ കഴിഞ്ഞതും ഹൽദിക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു എല്ലാവരും. കുട്ടികളുടെ നിർബന്ധപ്രകാരം മുതിർന്നവരൊക്കെ മഞ്ഞ ഡ്രസ്സിലാണ് നിൽക്കുന്നത്. ബ്യൂട്ടീഷ്യൻ വന്ന് അനുവിനെ ഒരുക്കുന്നുമുണ്ട്. അപ്പോഴും അബിയെയും ഹർഷനെയും കാണാത്തതിൽ എല്ലാവർക്കും നിരാശയുണ്ടായിരുന്നു. അതുമാത്രമല്ല, മാറി മാറി ഫോൺ ചെയ്തിട്ടും പോയവർ 4 പേരും ഫോൺ എടുക്കാതിരുന്നതും എന്തോ പന്തികേട് അവർക്ക് മണർത്തു. മാധവനും രാജേന്ദ്രനും മുറ്റത്ത് തന്നെ നിൽപ്പാണ്. പോയവരെ കാത്തെന്നോണം അവരുടെ നോട്ടം ഗേറ്റിന് നേർക്കാണ്. അവരെത്തിയില്ലേ? ഗേറ്റിന്റെ അരികിലേക്ക് നോട്ടം പായിച്ചു നിൽക്കുന്നവരുടെ അടുത്തേക്ക് ചന്തു വന്നു. എത്തേണ്ട നേരമായി, കാണുന്നില്ല. വിളിച്ചിട്ട് 4 പേരും ഫോൺ എടുക്കുന്നില്ല. രാജേന്ദ്രൻ ചെറിയൊരു ടെൻഷനോടെ ചന്തുവിന് മറുപടി നൽകി. ദേ, കാർ വരുന്നുണ്ട്. മാധവൻ പറഞ്ഞതും മറ്റു 2 പേരും ആ വശത്തേക്ക് നോക്കി. എന്നാൽ ഹർഷന്റെ കാർ ആയിരുന്നില്ല വന്നിരുന്നത്. 3 പേരുടെയും മുന്നിൽ കാർ നിർത്തിയതും കാറിലുള്ളവരെ കണ്ട് 3 പേരും പുഞ്ചിരിച്ചു. ഡോറും തുറന്ന് സേതുവും ജോയും നവനീതും പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ നേരം വൈകിയില്ലല്ലോ? ജോ മുന്നോട്ട് വന്ന് രാജേന്ദ്രനോട് ചോദിച്ചു. ഏയ് ഇല്ല മക്കളെ. ജോയ്ക്ക് മറുപടി നൽകുന്നതിനോടൊപ്പം രാജേന്ദ്രന്റെ കണ്ണ് വീണ്ടും ഗേറ്റിന്റെ അരികിലേക്ക് ചെന്നെത്തി. ഹർഷനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. കാറിൽ നിന്ന് ലഗേജൊക്കെ ഇറക്കി വയ്ക്കുന്നതിനിടെ നവനീത് പറഞ്ഞു. അബിക്ക് പെട്ടെന്ന് ചെറിയൊരു വയ്യായിക, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. എത്തേണ്ട നേരമായിട്ടും അവരെ കാണാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. വിളിച്ചിട്ട് 4 ആളും ഫോൺ എടുക്കുന്നുമില്ല. കാര്യം മാധവൻ പറഞ്ഞതും അവരുടെ നോട്ടവും ഗേറ്റിനരികിലേക്കെത്തി. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു ഹർഷന്റെ കാർ ഗേറ്റും കടന്ന് തറവാട്ട് മുറ്റത്തേക്ക് വന്നെത്തിയത്. അവരെ കണ്ടതും രാജേന്ദ്രനും മാധവനും ആശ്വാസമായി. ദേ, ആ കയ്യിലുള്ള കുന്ത്രാണ്ട 4 പേരും കളഞ്ഞേക്ക്. കാർ വന്നു നിന്നതും രാജേന്ദ്രൻ അവരുടെ അരികിലേക്ക് ചെന്ന് ദേഷ്യപ്പെട്ടു. എന്നാൽ രാജേന്ദ്രൻ ദേഷ്യപ്പെട്ടിട്ടും 4 പേരുടെയും ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു. ആ പുഞ്ചിരിയോടെ അവർ പുറത്തേക്കിറങ്ങി. എന്തേ നേരം വൈകിയേ? എത്ര നേരമായി ഞങ്ങൾ വിളിക്കുന്നു? മാധവനും അവരുടെ അടുത്തേക്ക് വന്നു. പറയാമേട്ടാ. നന്ദിനി സന്തോഷത്തോടെ പറഞ്ഞതും നന്ദിനിയുടെ മുഖത്തെ സന്തോഷം മാധവനും രാജേന്ദ്രനും കാണുന്നുണ്ടായിരുന്നു. രാജേന്ദ്രൻ ജാനകിയെ നോക്കി. മകളുടെ കൈയും പിടിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ് ജാനകി. നിങ്ങളെപ്പോൾ എത്തി? ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങിയ ഹർഷൻ കാണുന്നത് ജോയും സേതുവിനെയും നവനീതിനെയുമാണ്. ഹർഷൻ വേഗം അവരുടെ അടുത്തേക്ക് വന്നു. എത്തിയതേയുള്ളൂ. കാറിൽ നിന്ന് ഇറങ്ങി നിന്നെ അന്വേഷിക്കുമ്പോഴാണ് നിങ്ങൾ വന്നത്. ജോ മറുപടി നൽകുന്നതിനോടൊപ്പം അബിയുടെ അടുത്തേക്ക് പോയി. എന്താ, അബിക്ക് വയ്യെന്ന് പറഞ്ഞു? സംശയത്തോടെ ചന്തു ചോദിച്ചു ഹർഷനോട്. ചെറിയൊരു വയ്യായിക ഉണ്ട്. പറയുമ്പോൾ ഹർഷന്റെ ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു. അബിക്ക് വയ്യായികയാണെന്ന് അറിഞ്ഞിട്ടും ഹർഷൻ ചിരിക്കുന്നത് കണ്ട് അവിടെയുള്ളവർക്ക് സംശയമായി. എന്താടാ, എന്താ കാര്യം? സേതുവിന് എന്തോ സംശയം തോന്നി. അബിയുടെ ചുണ്ടിലും അതേ പുഞ്ചിരി മറഞ്ഞു നിന്നു. എന്റെയും അബിയുടെയും ഇടയിലേക്ക് പുതിയൊരു അതിഥി കൂടി വരുന്നു. ഹർഷൻ പറഞ്ഞതും അബി നാണത്തോടെ ജാനകിയുടെ പുറകിലേക്ക് മറഞ്ഞു നിന്നു. ഹർഷൻ പറഞ്ഞത് രാജേന്ദ്രന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വിശ്വാസത്തിലുപരി അദ്ദേഹത്തിന്റെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. ജാനകിക്ക് മറവിലായി നിൽക്കുന്നവളെ ആ അച്ഛൻ മുന്നോട്ട് നിർത്തി. സത്യമാണോ? ഞാനൊരു അച്ഛനാകാൻ പോവുകയാണോ? രാജേന്ദ്രൻ അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് സ്നേഹത്തോടെ ചോദിച്ചതും അവൾ കണ്ണുനീരോടെ ആണെന്ന് തലയാട്ടി. അതേ നിമിഷം തന്നെ ആ അച്ഛൻ അവളെ ആഞ്ഞു പുണർന്നു. പുതിയ അതിഥി വരുമെന്ന വാർത്ത ആ തറവാടിനെ മൊത്തം സന്തോഷത്തിലാക്കി. നടക്കാൻ പോകുന്ന മംഗളകർമ്മത്തിനൊപ്പം മറ്റൊരു സന്തോഷവും. എല്ലാവർക്കും ഇരട്ടി മധുരവും നൽകി. ഇനി നിനക്ക് ഡാൻസ് ഒന്നും കളിക്കാൻ കഴിയില്ലല്ലോ അബി.
നമ്മൾ പ്രാക്ടീസ് ചെയ്തതൊക്കെ വെറുതെ ആയില്ലേ? ഹൽദിക്കായി ഒരുങ്ങി നിൽക്കുന്ന അനു സങ്കടത്തോടെ അബിയെ നോക്കി. എന്നാൽ ആ സങ്കടത്തിലുപരി നല്ല സന്തോഷവും അനുവിനും ഉണ്ട്. ഡാൻസ് കളിച്ചില്ലെങ്കിൽ എന്താ, ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകില്ലേ? അബി അവൾക്ക് മറുപടി നൽകുന്നതിനോടൊപ്പം ഉടുത്തിരിക്കുന്ന സാരി ഒരിക്കൽ കൂടി നേരെയാക്കി. ദേ, സാരി ഉടുത്തിട്ട് എവിടെയെങ്കിലും തടഞ്ഞു വീഴേണ്ട, ഒരു കരുതലിനെന്ന പോലെ അനു പറഞ്ഞതും അനുവിനെ നോക്കി പതിയെ പുഞ്ചിരിച്ചു അബി. പൂജയും രേഷ്മയും റെഡിയായില്ലേ? എവിടെ? ജോ ചേച്ചിയും കൊണ്ടുപോയി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് രണ്ടും. അബി, നമ്മുടെ പൂജയ്ക്ക് എന്തോ ഒരു മാറ്റമില്ലേ? സംശയത്തോടെ അവൾ അബിയോട് ചോദിക്കുന്നതിനോടൊപ്പം ബെഡിൽ വന്നിരുന്നു. ഉണ്ട്. അവളുടെ സ്വഭാവത്തിലും മാറ്റമുണ്ട്, രൂപത്തിലും മാറ്റമുണ്ട്. പഴയ പൂജയായിരുന്നു നല്ലതല്ലേ? ഇപ്പോഴെന്തോ അവൾക്ക് പക്വത വന്നതുപോലെ. അവളുടെ ചളിയിടി മിസ് ചെയ്യുന്നു. അബി പറഞ്ഞതും അനുവും അത് ശരിവെക്കുകയായിരുന്നു. സന്ധ്യ കഴിഞ്ഞതും തറവാട് മുറ്റം അലങ്കാര ലൈറ്റുകളാൽ മനോഹരമായി. പാട്ടും മേളവും തുടങ്ങി. ഹൽദിക്കായി പൂക്കളാൽ തയ്യാറാക്കിയ സ്റ്റേജിൽ അനുവും അർജുനും വന്നിരുന്നു. കേക്ക് കട്ട് ചെയ്തതോടുകൂടി ആഘോഷങ്ങൾ ആരംഭിച്ചു. മഞ്ഞൾ തേച്ചും സ്വീറ്റ്സ് നൽകിയും വധൂവരന്മാരെ എല്ലാവരും ആശംസിച്ചു. ഹർഷൻ അബിയുടെ പുറകെ തന്നെയുണ്ട്. ലൈറ്റ് യെല്ലോ കളറിലുള്ള സാരിയാണ് അബി ഉടുത്തിരിക്കുന്നത്. അതിനു മേച്ചായ കുർത്തയും പാൻറ്റുമാണ് ഹർഷന്റെ വേഷം. അബി സാരി ഉടുത്തതിനോട് ഹർഷന് തീരെ യോജിപ്പുണ്ടായിരുന്നില്ല. എവിടെയെങ്കിലും തടഞ്ഞു വീണാലോ എന്ന പേടിയാണ് അവന് നല്ലതുപോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അബിയെ ചുറ്റിപ്പറ്റിയുള്ള അവന്റെ നടത്തം. ഒന്ന് സ്പീഡിൽ നടക്കാൻ പോലും അവളെ അനുവദിക്കുന്നില്ല ചെക്കൻ. അച്ചേട്ടാ, നല്ലൊരു ദിവസമല്ലേ? ഞാനും അവരുടെ കൂടെ. ഹർഷനോട് ചിണുങ്ങിക്കൊണ്ട് പൂജയും ജോയും രേഷ്മയും അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നത് നോക്കി. ദേ, നീ ഇപ്പോൾ ഒറ്റയ്ക്കല്ല, ഇവിടെ ഒരാളും കൂടിയുണ്ട്. അയാൾക്കൊന്നും സംഭവിക്കാതിരിക്കാൻ മറ്റു പലതും ഉപേക്ഷിക്കേണ്ടി വരും. ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? 3 മാസം സൂക്ഷിക്കണമെന്ന്. എൻ്റെ പൊന്നുമോൾ ഇപ്പോൾ അതൊക്കെ കണ്ടു നോക്കിയിരുന്നാൽ മതി. ഹർഷൻ പറഞ്ഞതും അവൾ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവനിൽ നിന്ന് നോട്ടം മാറ്റി. എൻ്റെ പൊന്നു പെണ്ണെ, നമ്മുടെ വാവയ്ക്ക് വേണ്ടിയല്ലേ? അവളെ തൻ്റെ നെഞ്ചോരം ചേർത്ത് പിടിച്ച് പറയുമ്പോൾ അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരി തൂകി. അവനോട് പിണക്കം നടിക്കുന്നുണ്ടെങ്കിലും അവൾക്കും അറിയാം അച്ചേട്ടൻ തന്നെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നത് തങ്ങളുടെ ജീവനെ നഷ്ടമാകാതിരിക്കാനാണെന്ന്. അവൻ്റെ നെഞ്ചോരം ചേർന്ന് നിന്നുകൊണ്ട് അവൻ്റെ ഹൃദയമിടിപ്പ് കേട്ടുകൊണ്ട് അവൾ അവിടെയുള്ള ആഘോഷങ്ങളിൽ കണ്ണുനട്ടു. അപ്പോൾ ഇനി അടുത്തത് പൂജയുടെയും രേഷ്മയുടെയും കിടുക്കാച്ചി ഡാൻസ്. ജോ മൈക്കിലൂടെ വിളിച്ചു കൂവിയതും പൂജയും രേഷ്മയും സന്തോഷത്തോടെ ഡാൻസ് കളിക്കാനായി സ്റ്റേജിലേക്ക് വന്നു. മറ്റുള്ളവരെല്ലാം താഴെ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. ഇതേ സമയം ചന്തുവിൻ്റെ നോട്ടം പൂജയിൽ തന്നെയായിരുന്നു. ഈ ഹൽദി ഫംഗ്ഷൻ തുടങ്ങിയതിനു ശേഷം തൻ്റെ നേർക്ക് ഒരിക്കൽ പോലും അവളുടെ നോട്ടം വരാതിരുന്നത് അവനെ വല്ലാതെ വേദനിപ്പിച്ചു. തന്നോടുള്ള ഇഷ്ടം അവളിൽ നിന്ന് അകന്നുവോ? തന്നെ എന്താ അവൾ നോക്കാത്തെ? ഈ 6 മാസം കൊണ്ട് മറക്കാനുള്ള ഇഷ്ടമേ അവൾക്ക് തന്നോടുണ്ടായിരുന്നുള്ളൂ. സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നവളെ നോക്കി അവൻ ഓരോന്ന് ചിന്തിച്ചുപോയി. അതിനെന്നോണം അവൻ്റെ ഹൃദയവും അവൾക്കായി വേദനിച്ചു. ഇനി അടുത്തത് പൂജയുടെയും നവനീതിൻ്റെയും ക്യൂട്ട് പെർഫോമൻസ്. ലെറ്റ്സ് വെൽക്കം ടു പൂജ ആൻഡ് നവനീത്. ജോ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞതും കുറച്ചു ദൂരെയായി നിൽക്കുന്നവൻ്റെ ഹൃദയം പെട്ടെന്ന് നിലച്ചതുപോലെയായി. അതേസമയം തന്നെ അവൻ്റെ കണ്ണുകൾ കാണുന്നുണ്ടായിരുന്നു സ്റ്റേജിലേക്ക് കയറി വരുന്ന പൂജയെയും നവനീതിനെയും. പെട്ടെന്നായിരുന്നു അവിടെ ചുറ്റും ഇരുട്ടും മൂടിയത്. വെളിച്ചം ഇപ്പോൾ സ്റ്റേജിൽ മാത്രം. എല്ലാവരും ചുറ്റും നോക്കുന്നുമുണ്ട്. അതേസമയം തന്നെയായിരുന്നു സോങ് പ്ലേ ചെയ്തത്. ഇതേസമയം സ്റ്റേജിലുള്ള ദൃശ്യങ്ങൾ കാണുന്ന എല്ലാവരുടെയും ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു. അത്രയും റൊമാൻറ്റിക്കായിട്ടുള്ള ഒരു സോങ്, അതിനൊത്ത് ചുവടുവയ്ക്കുന്ന പൂജയും നവനീതും. ഈ സമയം ചന്തുവിൻ്റെ ഹൃദയം പടപടാന്ന് ഇടിക്കാൻ തുടങ്ങി. എന്തെന്നാൽ ഓരോ വരികളിലും അവൻ അവനെ തന്നെയായിരുന്നു കാണുന്നുണ്ടായിരുന്നത്. ആ വരികൾ തന്നോട് എന്തൊക്കെയോ പറയുന്നത് പോലെ. അതോടൊപ്പം സ്റ്റേജിലുള്ള കാഴ്ചകൾ അവനെ വല്ലാതെ അലട്ടി. എന്തെന്നാൽ അത്രയും റൊമാൻറ്റിക്കായിട്ടായിരുന്നു പൂജയും നവനീതും ആ സോങ് ഡാൻസ് ചെയ്തിരുന്നത്. അവരുടെ മുഖത്തെ എക്സ്പ്രഷൻ പോലും പ്രണയം പൂത്തുലഞ്ഞതുപോലെയുള്ളതായിരുന്നു. അവൻ്റെ കണ്ണുകൾ വീണ്ടും പൂജയിലേക്ക് തന്നെ എത്തി. അവൻ സ്റ്റേജിലേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോഴായിരുന്നു അവൻ്റെ ചുമലിൽ പെട്ടെന്ന് സ്പർശം അറിഞ്ഞത്. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ഹർഷനെ ആയിരുന്നു. നവനീതിന് പൂജ പെങ്ങളെപ്പോലെയാണ്. സ്റ്റേജിലേക്ക് നോക്കിക്കൊണ്ട് ചന്തുവിനോടെന്ന പോലെ ഹർഷൻ പറഞ്ഞു. എന്നാൽ ഹർഷൻ പറഞ്ഞത് ചന്തുവിന് വ്യക്തമായില്ല. അവനിപ്പോഴും സ്റ്റേജിലേക്ക് നോക്കി നിൽക്കുന്ന ഹർഷനെ സംശയത്തോടെ നോക്കി. ആ വരികൾ പൂജ നിനക്കായി സെലക്ട് ചെയ്തതാണ്. ഹർഷൻ ഇപ്പോഴും സ്റ്റേജിലേക്ക് നോക്കി തന്നെയായിരുന്നു പറഞ്ഞത്. ചന്തുവിന് അവൻ പറഞ്ഞത് മനസ്സിലായില്ല. എന്നോട് 6 മാസം മുമ്പ് അബി പറഞ്ഞിരുന്നു പൂജയ്ക്ക് നിന്നോട് താല്പര്യമുണ്ടെന്ന്. ഇപ്പോൾ ഹർഷൻ ചന്തുവിൻ്റെ മുഖത്താണ് നോക്കുന്നത്. നിനക്ക് അവളോട് താല്പര്യമില്ലെന്ന് നീ അവരോട് പറഞ്ഞതായും അബി പറഞ്ഞിരുന്നു. ഞാനന്ന് വെറുതെ, അന്ന് തമാശയായിട്ടായിരുന്നു അനുവിനോടും അബിയോടും ചന്തു പറഞ്ഞത്. പോരാത്തതിന് തന്നോടൊന്നും പറയാതെ പൂജ തറവാട്ടിൽ നിന്നും പോയത് ആ സമയം ചന്തുവിൻ്റെ മനസ്സിൽ ചെറിയൊരു ദേഷ്യത്തിന് വഴിവെച്ചത് എന്നത് സത്യം തന്നെയായിരുന്നു. അന്ന് നീ വെറുതെ പറഞ്ഞതാണ് കാര്യങ്ങൾ ഇത്രയും വഷളാക്കിയത്. പൂജയുടെ മനസ്സിൽ ഇപ്പോഴും നീയുണ്ട്.
വീണ്ടും നിന്റെ അടുത്തേക്ക് വന്ന് നാണം കെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവളിപ്പോൾ പുതിയ പൂജയായി മുഖംമൂടി അണിഞ്ഞിരിക്കുന്നത്. ഹർഷ, ചന്തുവിന് വല്ലായ്മ തോന്നി. ഈ 6 മാസങ്ങൾക്കിടയിൽ ഒരിക്കലെങ്കിലും അവളെ വിളിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ തൻ്റെ മനസ്സ് ഇത്രമാത്രം പിടയ്ക്കില്ലെന്ന് അവൻ ഈ നിമിഷം ഓർക്കുന്നു. നിനക്ക് സംഭവിച്ചത് തന്നെയായിരുന്നു ഒരു നാൾ എനിക്ക് സംഭവിച്ചത്. എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്. മനസ്സിലുള്ളത് അവളോട് തുറന്നു പറയുക. നിനക്ക് അവളോടുള്ള ഇഷ്ടം എത്രമാത്രമുണ്ടെന്ന് നിന്റെ കണ്ണുകളിൽ ഞാൻ കാണുന്നുണ്ട്. ഇതുപോലെ ഇഷ്ടം മനസ്സിലിട്ട് നടന്നവനായിരുന്നു ഞാൻ. എന്നിട്ട് കാര്യങ്ങൾ എവിടം വരെ എത്തിയെന്ന് ഞാൻ പറയാതെ നിനക്കറിയാമല്ലോ. തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേയുള്ളൂ. അവളുടെ മനസ്സിൽ ഇപ്പോഴും നിന്നോടൊരു തരി കുറയാതെ ആ സ്നേഹമുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ ആടിത്തിമിർക്കുമ്പോഴും അവളുടെ കണ്ണിൽ നിന്നോടുള്ള പ്രണയം ഒഴുകിയെത്തുന്നത് എനിക്ക് കാണാൻ കഴിയും. എന്തെന്നാൽ ഒരു നാൾ ഞാനും അത് ആസ്വദിച്ചതാണ്. പറഞ്ഞു കഴിയുമ്പോൾ ഹർഷൻ്റെ മനസ്സിലേക്ക് അഭിയുടെയും തൻ്റെയും പ്രണയ നിമിഷങ്ങളാണ് കടന്നു വന്നത്. പറയാതെ മനസ്സിൽ കൊണ്ടു നടന്ന പ്രണയം. എനിക്ക് അവളെ ഇഷ്ടമാണ്. ഞാൻ വെറുതെ തമാശയ്ക്ക്. പക്ഷെ കാര്യങ്ങൾ ഇവിടം വരെ. ചന്തുവിന് വേദന തോന്നി. ഹർഷൻ പറഞ്ഞതായിരുന്നു ശരി. വെറുതെ പെണ്ണിനെ പൊട്ടം കളിപ്പിച്ചത് കൊണ്ടാണ് താൻ ഇത്രയും നീറുന്നത്. അന്നേ അവളോടുള്ള ഇഷ്ടം പറഞ്ഞിരുന്നുവെങ്കിൽ നാളെ അർജുൻ്റെയും അനുവിൻ്റെയും ഒപ്പം തങ്ങളുടെ കല്യാണവും നടക്കുമായിരുന്നു എന്ന് അവൻ ഇപ്പോൾ ചിന്തിക്കുന്നു. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ സംസാരിക്കാൻ നോക്ക്. തെറ്റിദ്ധാരണ അത് നല്ലതിനല്ല. അത്രയും പറഞ്ഞുകൊണ്ട് ചന്തുവിൻ്റെ തോളോട് ഒരിക്കൽ കൂടി കൈ ചേർത്ത് വെച്ചുകൊണ്ട് ഹർഷൻ തൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്ക് നടന്നു. ചന്തുവിൻ്റെ നോട്ടം വീണ്ടും സ്റ്റേജിലേക്കെത്തി. റൊമാൻറ്റിക് ഡാൻസ് കഴിയുമ്പോൾ അവസാനം പൂജയുടെ കണ്ണുകൾ നിറമിഴികളോടെ എത്തിയത് ചന്തുവിലേക്കായിരുന്നു. മറ്റാർക്കും അത് മനസ്സിലായില്ലെങ്കിലും ചന്തുവിനത് നല്ലതുപോലെ മനസ്സിലായിരുന്നു. ഹർഷൻ പറഞ്ഞതായിരുന്നു ശരിയെന്ന് അവനിപ്പോൾ തോന്നുന്നു. അവളുടെ മനസ്സിൽ തന്നോടുള്ള പ്രണയം ഇപ്പോഴും അലയടിക്കുന്നുണ്ട്. എല്ലാവരും രണ്ടുപേരെയും പ്രശംസിച്ചു. എന്തെന്നാൽ അത്രയും റൊമാൻറ്റിക് സോങ് ഡാൻസ്. രണ്ടുപേരെയും പ്രശംസിക്കുന്നതിനിടയിലും പൂജയുടെ കണ്ണുകൾ ചന്തുവിലേക്ക് തെന്നുന്നുണ്ട്. വേണ്ടെന്ന് വെച്ചാലും പെണ്ണിൻ്റെ മനസ്സ് അവനുള്ള പ്രണയത്താൽ തെന്നി മാറുകയാണ്. ഇതേ സമയം അവളും കാണുന്നുണ്ടായിരുന്നു തന്നിലേക്ക് വരുന്ന ചന്തുവിൻ്റെ നോട്ടം. ആ നോട്ടത്തിൽ ഇന്നേവരെ കാണാത്ത പലതും അവൾ അറിയുന്നു. അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. അവൻ കാണാതിരിക്കാനായി അപ്പോൾ തന്നെ അവൾ മുഖം തിരിച്ചു രേഷ്മയുടെ അടുത്തേക്ക് വന്നിരുന്നു. എന്താടി കണ്ണൊക്കെ നിറഞ്ഞേ? അടുത്തേക്ക് വന്നവളെ കണ്ടതും രേഷ്മ സംശയത്തോടെ ചോദിച്ചു. അവൾ ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് മുഖമുയർത്തിയതും കാണുന്നത് തൻ്റെ അരികിലേക്ക് വരുന്ന ചന്തുവിനെയാണ്. എല്ലാവരും വീണ്ടും ഹൽദി ഫംഗ്ഷനിലേക്ക് കടന്നു. പൂജയും രേഷ്മയും ഇരിക്കുന്ന ഭാഗത്തേക്ക് ചന്തുവും വന്നിരുന്നു. ഇപ്പോൾ പൂജയുടെയും ചന്തുവിൻ്റെയും നടുവിലായുള്ളത് രേഷ്മയാണ്. അവളാണെങ്കിൽ ഒന്നും അറിയാതെ സ്റ്റേജിലുള്ള പ്രോഗ്രാംസ് കാണുകയാണ്. എന്നാൽ പൂജ കാണുന്നുണ്ട് തന്നിലേക്ക് മാത്രം നോട്ടം എഴുതിയിരിക്കുന്നവനെ. എത്ര തന്നെ അവനെ നോക്കേണ്ട എന്ന് കരുതിയാലും അവളുടെ കണ്ണുകൾ അവനിലേക്ക് കടന്നു ചെല്ലുന്നു. ഇനിയും ഇവിടെ ഇരുന്നാൽ ശരിയാകില്ലെന്ന് കണ്ടവൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ആ ഫംഗ്ഷനിടയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് കയറി. അതേസമയം തന്നെ അവളുടെ പിറകെ ചന്തുവും ചെറുപുഞ്ചിരിയോടെ പോയിരുന്നു. ഇതേ സമയം രണ്ടുപേരെയും നോക്കിക്കൊണ്ടിരുന്ന ഹർഷൻ്റെയും അഭിയുടെയും ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു. ഇത്രയേയുള്ളൂ കാര്യം. അഭിയുടെ നെറുകയിൽ ഒരു മുത്തം നൽകിക്കൊണ്ട് ഹർഷൻ പൂജയുടെ പുറകെ പോകുന്ന ചന്തുവിനെ നോക്കി പറഞ്ഞതും അഭി ഹർഷൻ്റെ കയ്യിൽ ഒരു മുത്തം നൽകി. താങ്ക്സ് അച്ചേട്ടാ. പുഞ്ചിരിയോടെ ഹർഷൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞതും അവൻ അവളെ ഇരുന്നിടത്ത് നിന്ന് പതിയെ ഉണർന്നിരുന്നു.